ഇന്ന് നമുക്ക് ഒരു വ്യത്യസ്തമായ കഥ പറയുന്ന വനം എന്ന സിനിമയുടെ കഥ നോക്കിയാലോ? കഥയുടെ ചുരുക്കം എന്തെന്നാൽ, കൊള്ളിമലയിലെ ഒരു ഫൈൻ ആർട്സ് കോളേജിൽ പഠിക്കുന്ന നായകൻ ആ കോളേജ് ഹോസ്റ്റലിലെ ഒരു മുറിയിൽ താമസിക്കുന്നവരെല്ലാവരും മരണപ്പെടുന്നു. അതേ കോളേജിലേക്ക് ഡോക്യുമെന്ററി എടുക്കാൻ എത്തുന്ന നായിക. രണ്ടാളും കൂടി മരണത്തിനു പിന്നിലെ കാരണം എന്താണെന്ന് അന്വേഷിക്കുമ്പോഴാണ് അവിടെ നടക്കുന്ന മരണത്തിനും നായകനും ബന്ധമുണ്ടെന്നറിയുന്നത്. ഒടുവിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതെന്തെന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമ തുടങ്ങുന്നത് പഴയ കാലത്തെ ഒരു കഥ കാണിച്ചുകൊണ്ടാണ്. വാനതിരാജൻ എന്നൊരു രാജാവ് ബർമയിലേക്ക് പോവുകയാണ്. ബർമയിലേക്ക് പോകുന്നതിന് പിന്നിൽ മറ്റൊരു കാരണമുണ്ട്. വിലമതിക്കാനാകാത്ത ഒരു മായക്കണ്ണാടിക്ക് വേണ്ടിയിട്ടാണ് വാനതിരാജൻ ബർമയിലേക്ക് പോകുന്നതും. ഒരുപാട് രാജാക്കന്മാരൊക്കെ മത്സരിച്ചാണ് ബർമയിലേക്ക് എത്തിയിരിക്കുന്നതും, അതും മായക്കണ്ണാടിക്ക് വേണ്ടിയിട്ട്. ബർമയിലെത്തിയ വാനതിരാജൻ ഒരുപാട് കാശ് മുടക്കി ലേലം പിടിച്ച് ഒരുപാട് പവറുകളുള്ള ആ ഒരു മായക്കണ്ണാടി സ്വന്തമാക്കി. അതിനുശേഷം 2018 കാലഘട്ടമാണ് കാണിക്കുന്നത്. ഒരു പഴയ ബിൽഡിങ്ങിൽ പെയിന്റ് അടി പരിപാടിയൊക്കെ നടക്കുന്നു. പെയിന്റ് അടിക്കാനായിട്ട് 3 പേരുണ്ട്. അതിൽ 2 പേരാണെങ്കിൽ കറക്റ്റ് ജോലി കഴിഞ്ഞതും അവിടെ നിന്ന് പോയി. എന്നാൽ ഒരു പയ്യൻ അവിടെ ഇരുന്ന് പെയിന്റ് അടിക്കുകയാണ്. 1013 എന്ന റൂമിലാണ് അവൻ പെയിന്റ് അടിക്കുന്നതും. എന്നിട്ട് അവനാണെങ്കിൽ എല്ലാവരും പോയി എന്ന് ഉറപ്പാക്കിയതും ഫോൺ എടുത്ത് ഒരു പെൺകുട്ടിയെ വിളിക്കുന്നു. എന്തിനെന്ന് വെച്ചാൽ, അവൻ ആ പെൺകുട്ടി അറിയാതെ അവളുടെ മോശമായ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നീ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ നിന്റെ വീഡിയോ ഞാൻ പബ്ലിക് ആക്കുമെന്നും അവൻ അവളെ വിരട്ടി. അങ്ങനെ അവളാണെങ്കിൽ അവൻ പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് വരുവാനായും തയ്യാറായി. പെയിന്റ് അടിച്ചുകൊണ്ടിരുന്ന ആ ഒരു റൂമിനുള്ളിലേക്ക് ആ ഒരു പയ്യൻ കയറിയതും പെട്ടെന്ന് തന്നെ ഡോറൊക്കെ ക്ലോസ് ആവുന്നു. മാത്രമല്ല, അതിനുള്ളിൽ എന്തൊക്കെയോ ശബ്ദങ്ങളും കേൾക്കുകയാണ്. അവന്റെ ചെവിക്ക് താങ്ങാൻ പറ്റാത്ത വിധം ശബ്ദങ്ങളായിരുന്നു അതിനുള്ളിൽ നിന്ന് കേട്ടുകൊണ്ടിരുന്നതും. കുറെ നേരം കഴിഞ്ഞ് ആ ശബ്ദവും അങ്ങ് നിന്നു. കുറച്ചു നേരം കഴിഞ്ഞതും ആ ഒരു പെൺകുട്ടി പറഞ്ഞതുപോലെ തന്നെ 1013 ആ റൂമിന് മുന്നിലെത്തുകയാണ്. എന്നിട്ട് ആ പെൺകുട്ടി ഡോറിൽ മുട്ടും. പക്ഷെ ആരും തുറക്കുന്നതേയില്ല. കതക് തുറന്നു നോക്കുമ്പോൾ കാണുന്നത് തൂങ്ങി മരിച്ചു നിൽക്കുന്ന ആ പെയിന്റ് അടിക്കുന്ന പയ്യനെയാണ്. അവൾ അവിടെ നിന്ന് നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോകുന്നു. അങ്ങനെ കുറെ നാളുകൾ കടന്നുപോയി. അതിനുശേഷം കാണിക്കുന്നത് ഒരു ഫൈൻ ആർട്സ് കോളേജാണ്. ആ കോളേജിലെ ഹോസ്റ്റലാണ്. പണ്ടൊരു പയ്യൻ നിന്ന് പെയിന്റ് അടിച്ച് ആ ഒരു പയ്യൻ മരണപ്പെട്ടു പോയ ആ ഒരു ബിൽഡിംഗ് ഇല്ലേ, അതാണ് ആ കോളേജിലെ ഹോസ്റ്റലും. അങ്ങനെ ആ കോളേജിനെ പറ്റി കുട്ടികളൊക്കെ റിവ്യൂ എടുക്കുന്നുമുണ്ട്. കോളേജിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഓരോ കുട്ടികളും വീഡിയോയിൽ വന്ന് പറയുന്നു. അതെല്ലാം യൂട്യൂബിൽ ടെലികാസ്റ്റ് ആയി കൊണ്ടേയിരിക്കുകയാണ്. ആ കോളേജിന്റെ പ്രിൻസിപ്പാളിനെ കാണിക്കുന്നു. മാത്രമല്ല, ഒരു പയ്യൻ അവിടെ നിന്ന് പെയിന്റ് അടിക്കുകയാണ്. ആ പയ്യനോടും കോളേജിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുന്നു. ആ പയ്യനാണ് സിനിമയിലെ നായകനായ മകൾ. ആ ഒരു സീൻ അവിടെ കട്ടായി. പിന്നീട് കാണിക്കുന്നത് കഥാനായികയായ ജാസ്മിനെയാണ്. ജാസ്മിൻ ഈ ഫൈൻ ആർട്സ് കോളേജിനെ പറ്റി ഡോക്യുമെന്ററി എടുക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായിരിക്കുകയായിരുന്നു. അപ്പോഴാണ് യൂട്യൂബിൽ ഈ കോളേജിനെ പറ്റിയുള്ള റിവ്യൂ ഒക്കെ വരുന്നത്. അതിൽ നമ്മുടെ നായകനായ മകൾ സംസാരിക്കുന്നത് കണ്ട് ജാസ്മിൻ ചെറുതായി ഒന്ന് പുഞ്ചിരിക്കും. ഇവർ തമ്മിൽ എന്തോ പരിചയമുണ്ടെന്ന് അത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാകും. ആ ഫൈൻ ആർട്സ് കോളേജിന് മുന്നിലായിട്ട് ഒരാളുടെ പ്രതിമ ഇരിപ്പുണ്ട്. അതാ വാനതിരാജന്റെ പ്രതിമയാണ്. സിനിമയുടെ തുടക്കത്തിൽ ഒരു കഥ കാണിച്ചല്ലോ, മായക്കണ്ണാടി ലേലത്തിൽ പിടിച്ച വാനതിരാജൻ. വാനതിരാജന്റെ പേരിലുള്ള കോളേജാണത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ നായകനായ മകളാണെങ്കിൽ ഹോസ്റ്റലിലേക്ക് വരികയാണ്. എന്നാൽ ഹോസ്റ്റൽ വാർഡനാണെങ്കിൽ മകളിനിട്ട് ഒരു പണി കൊടുക്കും. എന്തെന്നാൽ ഈ വാർഡൻ മദ്യപിച്ച് നടന്ന കാര്യം മകൾ പ്രിൻസിപ്പാളിന്റെ അടുത്ത് പരാതി കൊടുത്തു. അത് കാരണം വാർഡന് പണി കിട്ടിയിരിക്കുകയാണ്. വാർഡൻ മകളിനോട് ഒരുപാട് ദേഷ്യപ്പെടുന്നു. നീയാണല്ലേ എനിക്കിട്ട് പണി തന്നത്. എന്നാൽ ഒരു കാര്യം ചെയ്യ്, നീ ഇപ്പോൾ താമസിക്കുന്ന റൂമിൽ നിന്നും 1013 റൂമിലേക്ക് മാറ്. നീ നിന്റെ കൂട്ടുകാരും ഇനി മുതൽ അവിടെ താമസിച്ചാൽ മതിയെന്നും വാർഡൻ പറയുന്നു. എന്നാൽ മകൾ പറയുന്നുണ്ട്, ഞങ്ങൾ ഇപ്പോഴല്ലേ മറ്റേ റൂമിലേക്ക് മാറിയത്, പിന്നെ അതിനു മുൻപ് എന്താ 1013ലേക്ക് ഞങ്ങളെ മാറ്റുന്നതെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞത് കേട്ടാൽ മതി എന്ന രീതിയിലായിരുന്നു വാർഡന്റെ സംസാരവും. അങ്ങനെ മകളും കൂട്ടുകാരും 1013ലേക്ക് മാറുകയാണ്. ഈ 1013ലാണ് നേരത്തെ പറഞ്ഞല്ലോ ഒരു പെയിന്റ് അടിക്കുന്ന പയ്യൻ ആത്മഹത്യ ചെയ്ത റൂം. അതേ റൂമിലേക്ക് തന്നെയാണ് മകളും കൂട്ടരും മാറുന്നത്. റൂം തുറന്നതും റൂം മുഴുവൻ ചിലന്തി വലയൊക്കെ കെട്ടി വല്ലാത്തൊരവസ്ഥയിലിരിക്കുകയാണ്. മാത്രമല്ല, ആ റൂമിനുള്ളിലേക്ക് പ്രവേശിച്ചതും മകളിന് വല്ലാതെ നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുവാനായി തുടങ്ങി. അവിടെ എന്തൊക്കെയോ വശപിശകുണ്ടെന്നും മകളിന് തോന്നുന്നു. മാത്രമല്ല, ആ റൂമിന്റെ ഒരു വശത്തെ ജനാല തുറന്നതും അവിടെ ഒരു വലിയ മരവും വലിയ മരത്തിന് താഴെയായി ഒരു പെൺകുട്ടിയുടെ പ്രതിമയും ഒരു തുണിയും ഒക്കെ തൂങ്ങിക്കിടക്കുന്നതായിട്ട് മകൾ കാണുന്നു. ജനലിന്റെ കമ്പിയിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരുന്നു അവൻ അത് കാണുന്നതും. എന്നാൽ പെട്ടെന്ന് തന്നെ ജനലിന്റെ കമ്പിയിൽ പിടിച്ചതും അവന്റെ കൈ വല്ലാതെ വേദനിക്കുവാനായും തുടങ്ങി. അവൻ കൂട്ടുകാരോട് പറയുന്നുണ്ട്, ഈ റൂമിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന്. അങ്ങനെ അവർ റൂമൊക്കെ വൃത്തിയാക്കി. അന്നേ ദിവസം രാത്രി മകൾ തന്റെ അച്ഛനെയും അമ്മയും ഫോൺ വിളിക്കുവാനായി പുറത്തേക്ക് ഇറങ്ങി.
കുറെ നേരം കഴിഞ്ഞ് റൂമിലേക്ക് വരുന്ന സമയത്ത് റൂമിന് മുന്നിലൂടെ ആരോ നടക്കുന്നതായൊക്കെ മകളിന് തോന്നുന്നു. ആരെന്നവന് മനസ്സിലാകുന്നതേയില്ല. മാത്രമല്ല വല്ലാത്ത ശബ്ദങ്ങളൊക്കെ റൂമിൽ നിന്ന് കേൾക്കുന്നു. ഒരു വശത്തായിട്ട് ഒരു വയസ്സായ ആളിന്റെ നിഴലും മകൾ കാണുന്നു. ആ വയസ്സായ ആൾ ആരെന്നോ ഒന്നും മകളിനറിയതേയില്ല. അടുത്ത ദിവസം തന്നെ ജാസ്മിൻ ഡോക്യുമെന്ററി എടുക്കുന്നതിനായിട്ട് കോളേജിലേക്ക് വരുന്നു. കോളേജിന് മുന്നിലുള്ള വാനതിരാജിന്റെ പ്രതിമയും നോക്കിക്കൊണ്ടാണ് പ്രിൻസിപ്പാളിന്റെ അടുത്തേക്ക് ജാസ്മിൻ എത്തുന്നതും. തന്റെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് കോളേജിനെ പറ്റിയുള്ള ഒരു ഡോക്യുമെന്ററി എടുക്കാൻ വന്നതാണെന്നും ജാസ്മിൻ പ്രിൻസിപ്പാളിനോട് പറയുന്നു. പ്രിൻസിപ്പാൾ ജാസ്മിന് ഫുൾ സപ്പോർട്ടായിരുന്നു. ജാസ്മിൻ അവിടെ താമസിച്ചുകൊണ്ട് ഡോക്യുമെന്ററി എടുക്കാനുള്ള എല്ലാ സൗകര്യവും പ്രിൻസിപ്പാൾ ചെയ്തു കൊടുക്കുന്നു. അതേസമയം തന്നെ ജാസ്മിൻ പ്രിൻസിപ്പാളിനോട് ചോദിക്കുന്നുണ്ട്, യൂട്യൂബിൽ ഈ കോളേജിനെ പറ്റി ഒരു വീഡിയോ വന്ന സമയത്ത് അതിൽ ചിത്രങ്ങളൊക്കെ പെയിന്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പയ്യനെ കാണിച്ചില്ലേ, അവനോട് എനിക്ക് ആദ്യം കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കണമെന്നും ജാസ്മിൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ പ്രിൻസിപ്പാൾ പറയുന്നുണ്ട്, ഓ അത് മകളാണ്, അവൻ നല്ല ടാലന്റഡ് ആയിട്ടുള്ള പയ്യനാണ്, മകൾ ഇപ്പോൾ സ്കൾപ്ചർ ക്ലാസ്സിലായിരിക്കുമെന്നും പ്രിൻസിപ്പാൾ പറഞ്ഞു. അതനുസരിച്ച് അവന്റെ ക്ലാസ്സിലേക്ക് എത്തുകയാണ് ജാസ്മിൻ. അങ്ങനെ മകളിനോട് കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുവാനായിട്ട് അവനെ പുറത്തേക്ക് വിളിക്കും. മകളിനോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുത്തത്? അപ്പോൾ മകൾ പറയുന്നത്, എന്റെ അച്ഛനും അമ്മയും ഒക്കെ സാധാരണ ഒരു കുടുംബത്തിലുള്ളവരാണ്, പക്ഷേ എനിക്ക് വിദേശത്ത് പോകണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുത്തത്. പക്ഷേ ഇവിടെ ഈ ഒരു ഫീൽഡിന് യാതൊരുവിധ സ്കോപ്പും ഇല്ലെന്നറിയാം. വിദേശത്തോട്ട് ഇതിന് ഒരുപാട് സ്കോപ്പ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് രക്ഷപ്പെടാനാകുമെന്നും നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുത്തതെന്ന കാര്യവും മകൾ പറയുന്നു. അത് കേട്ടുകൊണ്ടിരുന്ന ജാസ്മിൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇത്രയും നേരമായിട്ടും എന്നെ മനസ്സിലായില്ലേ? മകളിന് അവൾ ആരാണെന്ന് മനസ്സിലായതേയില്ല. എന്നാൽ പെട്ടെന്ന് അവളുടെ മുഖത്തേക്ക് നന്നായിട്ടൊന്ന് നോക്കുന്ന സമയത്ത് അവളുടെ മുഖത്ത് ഒരു അടയാളം കാണുന്നു. ആ അടയാളം കണ്ടതും, നീ ജാസ്മിൻ അല്ലേ എന്നും മകൾ ചോദിക്കുന്നു. അതേ എന്ന് അവളും പറയുന്നു. ഇവരെങ്ങനെയാണ് പരിചയമെന്നാൽ കുട്ടിക്കാലത്ത് ഇവർ ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് വളർന്നവരാണ്. അത്രയ്ക്ക് നല്ല തിക് ഫ്രണ്ട്സ് ആയിരുന്നു. എന്നാൽ എന്തോ ഒരു കാരണത്തിൽ ജാസ്മിന്റെ അച്ഛനും അമ്മയും ചെന്നൈയിലേക്ക് താമസം മാറി. അങ്ങനെയാണ് പിന്നീട് ഇവർ പിരിഞ്ഞതും. വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് അവർ പരസ്പരം കാണുന്നതും. തന്റെ പഴയ കളിക്കൂട്ടുകാരിയായ ജാസ്മിനെ വീണ്ടും കാണാൻ പറ്റിയതിന്റെ സന്തോഷത്തിലാണ് മകൾ. അങ്ങനെ ജാസ്മിൻ അവിടെ താമസിച്ചുകൊണ്ട് തന്നെ ഡോക്യുമെന്ററി എടുക്കുവാനായി തീരുമാനിച്ചിരിക്കുകയാണല്ലോ. അങ്ങനെ മകളുമായിട്ട് അവൾ നല്ല കൂട്ടായി. അവർക്കിടയിലുള്ള ഫ്രണ്ട്ഷിപ്പ് വളർന്നു വന്നുകൊണ്ടേയിരുന്നു. ദിവസങ്ങൾ കഴിയും തോറും അവരുടെ ഫ്രണ്ട്ഷിപ്പ് മാറി അത് പ്രണയത്തിലേക്ക് വന്നു. ജാസ്മിൻ എത്തിയത് ഡോക്യുമെന്ററി എടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അവൾ ഡോക്യുമെന്ററി എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആരംഭിച്ചു. ആദ്യം അവൾ ഇന്റർവ്യൂ ചെയ്തത് പ്രിൻസിപ്പാളിനെ ആയിരുന്നു. പ്രിൻസിപ്പാൾ ആണെങ്കിൽ മുൻപ് പുനർജന്മത്തെ പറ്റിയൊക്കെ സ്റ്റഡി നടത്തിയതിനാൽ പുനർജന്മത്തിനെ പറ്റിയൊക്കെ ജാസ്മിന് പറഞ്ഞു കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ അവൾ അവളുടെ ഡോക്യുമെന്ററിക്ക് വേണ്ടിയിട്ട് ആ കാര്യങ്ങളെല്ലാം എഴുതിയെടുക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് മകളിനെയാണ്. റൂമിൽ നിൽക്കുകയായിരുന്ന മകളിനെ രാത്രിയായപ്പോൾ ജാസ്മിൻ കോൾ ചെയ്യും. അവന്റെ റൂമിലെ ജനലിലൂടെ നോക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഒരു മരവും അതിന് താഴെയായി ഒരു പെൺകുട്ടിയുടെ ശിലയും കാണാനായി പറ്റുന്നല്ലോ. അവിടേക്ക് വരുവാനായിട്ടാണ് ജാസ്മിൻ പറയുന്നത്. അവിടേക്ക് ചെന്ന മകൾ ജാസ്മിനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ ഈ രാത്രി നീ ഇവിടേക്ക് എന്നെ വിളിച്ചു വരുത്തിയത്? അപ്പോൾ ജാസ്മിൻ പറയും, എടാ നീ ശില്പങ്ങളെ പറ്റിയൊക്കെയല്ലേ പഠിക്കുന്നത്, അപ്പോൾ രാത്രി സമയത്ത് വേണം ഈ പെൺകുട്ടിയുടെ ശിലയൊക്കെ കാണാൻ. രാത്രി കാലങ്ങളിൽ ആ ഒരു ശിലയുടെ കർവ്വമെല്ലാം നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്നൊക്കെ ജാസ്മിൻ പറയുന്നു. അതേ സമയത്ത് തന്നെയായിരുന്നു മകളുടെ കൂട്ടുകാരനായ വെങ്കട്ട് കോൾ ചെയ്യുന്നതും. എടാ വാർഡൻ റൂം പരിശോധിക്കുവാനായി എത്തുകയാണ്, എത്രയും വേഗം നീ റൂമിൽ എത്തണമെന്നും മകളിനോട് കൂട്ടുകാരനായ വെങ്കട്ട് പറഞ്ഞു. അതനുസരിച്ച് ജാസ്മിനോട് യാത്രയും പറഞ്ഞ് മകൾ അവിടെ നിന്ന് പോകും. എന്നാൽ റൂമിലെത്തുന്നതിന് മുൻപ് തന്നെ വാർഡൻ അവിടെ എത്തിയിരുന്നു. മകൾ പുറത്തു പോയതാണെന്ന് വാർഡന് മനസ്സിലായി. നീ ഈ രാത്രി സമയത്ത് റൂമിൽ നിന്നും പുറത്തു പോയത് എന്തിനാ? ഇനി എന്തായാലും നീ പ്രിൻസിപ്പാളിനെ കണ്ടിട്ട് റൂമിൽ കയറിയാൽ മതിയെന്നും വാർഡൻ പറഞ്ഞു. റൂമിന് പുറത്ത് നിൽക്കുകയാണ് മകൾ. അതേ സമയത്തായിരുന്നു ജാസ്മിൻ മകളിനെ കോൾ ചെയ്യുന്നതും. മകൾ മുൻപ് ഒരു വയസ്സായ ആളിന്റെ നിഴലിനെ കാണുമായിരുന്നല്ലോ. അതേ വയസ്സായ ആൾ തന്നെ മരത്തിന് മുകളിലിരുന്ന് ജാസ്മിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാഴ്ച കണ്ടതും ജാസ്മിൻ ഉടനെ തന്നെ മകളിനെ വിളിച്ചിട്ട് ആ ഒരു കാര്യം പറയും. മരത്തിന് മുകളിലായിട്ട് ഒരു വയസ്സായ ആൾ ഇരിക്കുന്നു, അയാൾ എന്നെ തന്നെ തുറച്ചു നോക്കുകയാണ്, നീ എത്രയും വേഗം ഇവിടേക്ക് വരണമെന്നും മകളിനോട് പറയുന്നു. എന്നാൽ മകൾ പറയുന്നത്, എനിക്ക് വരാനൊന്നും പറ്റത്തില്ല, അതേതെങ്കിലും ഭ്രാന്തനായിരിക്കും, നീ എത്രയും വേഗം അവിടെ നിന്ന് പോകുവാനായിട്ടും മകൾ ജാസ്മിനോട് പറഞ്ഞു. അതേസമയം തന്നെയായിരുന്നു മകളിനെ ക്രോസ് ചെയ്ത് ഒരു ചിത്രശലഭം പറന്നു പോകുന്നതും. അവൻ അതിനെ നോക്കുവാനായിട്ട് മുന്നോട്ട് പോയതും അവൻ കണ്ട കാഴ്ച അവനെ ഞെട്ടിക്കുന്നതായിരുന്നു. അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായ വെങ്കട്ട് അവിടെ തൂങ്ങി മരിച്ചു നിൽക്കുകയാണ്. അത് കണ്ട് അവൻ ഒരുപാട് പേടിക്കും. അവൻ അലറി വിളിക്കുകയാണ്. അടുത്ത ദിവസം രാവിലെ തന്നെ പോലീസുകാരും കോളേജ് അധികൃതരും എല്ലാവരും സംഭവം നടന്ന സ്ഥലത്തേക്ക് എത്തുകയാണ്.
കൂടെ ജാസ്മിനുമുണ്ട്. എന്തിനായിരിക്കും വെങ്കട്ട് ഇങ്ങനെ ചെയ്തതെന്ന് ആർക്കും അറിയത്തേയില്ല. അവന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല. അപ്പോൾ ഉടനെ തന്നെ ജാസ്മിൻ മകളിനോട് പറയുന്നുണ്ട്, ഞാൻ ഈ ഡോക്യുമെന്ററി ചെയ്യാനായിട്ട് ഇവിടെ വരുന്നതിന് മുൻപ് നിങ്ങളുടെ കോളേജിനെ പറ്റി ഞാൻ ഒരുപാട് പഠിച്ചിട്ടുള്ളതാ. ദേ ഈ ന്യൂസ് ഒന്ന് നോക്കിയേ. 1 വർഷം മുമ്പ് ഇവിടുത്തെ ഒരു റൂമിൽ ഒരു പെയിന്റ് അടിക്കാൻ വന്ന പയ്യൻ ആത്മഹത്യ ചെയ്തിട്ടുള്ള വാർത്തയാണിത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ന്യൂസ് പേപ്പർ മകളിന് കാണിച്ചു കൊടുക്കുന്നു. ന്യൂസ് പേപ്പർ നോക്കിയ സമയത്ത് മകൾ താമസിക്കുന്ന അതേ മുറി 1013 ആ റൂമിൽ തന്നെയാണ് ആ പെയിന്റ് അടിക്കുന്ന പയ്യൻ ആത്മഹത്യ ചെയ്ത കാര്യവും മകളിന് മനസ്സിലാകുന്നു. മകൾ പറയുന്നുണ്ട്, ഓ ഇതുകൊണ്ടായിരിക്കുമല്ലേ ആ റൂമിലേക്ക് കയറുന്ന സമയത്ത് തന്നെ എനിക്കൊരു ബാഡ് വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നതും. ആ റൂമിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് എനിക്ക് മുമ്പും ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതായിരിക്കും കാരണമെന്ന് മകളിന് മനസ്സിലാകുന്നു. പക്ഷെ പെയിന്റ് അടിക്കുന്ന പയ്യൻ ആത്മഹത്യ ചെയ്യുന്നതിന്റെ കാരണമൊന്നും ആർക്കും അറിയത്തേയില്ല. എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയ മകൾ ഉടനെ തന്നെ വാർഡനടുത്തെത്തി തനിക്ക് ആ ഒരു റൂമിന് വേണ്ട, അവിടെ താമസിക്കാൻ താല്പര്യമില്ല എന്ന കാര്യം വാർഡനോട് പറയുന്നു. എന്നാൽ വാർഡനാണെങ്കിൽ ഓൾറെഡി മകളിനോട് നല്ല ദേഷ്യമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന പ്രശ്നം വേറെ, ഇനി നിനക്ക് റൂം കൂടി മാറ്റിത്തരണമല്ലേ എന്ന് പറഞ്ഞ് മകളിനെ അവിടെ നിന്നും വഴക്ക് പറഞ്ഞ് ഓടിക്കുകയാണ് ചെയ്തത്. അവിടെ നിന്നും നേരെ തന്റെ റൂമിലേക്ക് എത്തിയ മകളാണെങ്കിൽ ഡു നോട്ട് എന്റർ എന്ന് പേപ്പറിൽ എഴുതി റൂമിന്റെ വാതിലിൽ ഒട്ടിച്ചിട്ട് അവിടെ നിന്ന് നേരെ പോകുന്നത് ജാസ്മിനെ കാണുവാനായിട്ടാണ്. എന്നിട്ട് ജാസ്മിനെയും കൂട്ടി ആ നാട്ടിലെ പഴയ ലൈബ്രറിയിലേക്ക് എത്തും. ആ ഒരു പെയിന്റ് അടിക്കുന്ന പയ്യൻ റൂമിൽ ആത്മഹത്യ ചെയ്തില്ലേ, അതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുമോ എന്നറിയുവാനായിട്ടാണ് അവൻ ലൈബ്രറിയിൽ എത്തിയതും. അവിടുത്തെ പഴയ പത്രങ്ങളൊക്കെ പരിശോധിക്കും. ഒന്നിൽ നിന്നും കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കിട്ടുന്നില്ല. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു അവിടുത്തെ ഷെൽഫിൽ നിന്നും ഒരു ബുക്ക് കിട്ടുന്നത്. ആ ബുക്കിൽ ഒരു വലിയ ചിത്രശലഭത്തിന്റെ പിക്ചർ ഉണ്ടായിരുന്നു. ആ ചിത്രശലഭത്തിനെ കണ്ടതും മകളിനൊരു കാര്യം ഓർമ്മ വരും. അവനെ ജാസ്മിൻ കോൾ ചെയ്ത സമയത്ത് അവന്റെ കൺമുന്നിലൂടെ ഒരു ചിത്രശലഭം പറന്നു പോയല്ലോ. ആ ചിത്രശലഭത്തിനെ നോക്കി പോയ സമയത്താണ് അവന്റെ കൂട്ടുകാരൻ ആത്മഹത്യ ചെയ്ത വിവരം മകൾ അറിഞ്ഞതും. അപ്പോൾ ആ ഒരു ചിത്രശലഭത്തിന്റെ ഫോട്ടോയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾക്കും ചിത്രശലഭത്തിന് പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടാകുമെന്ന സംശയം മകളിനുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ മകളാണെങ്കിൽ ആ ഒരു ബുക്ക് മുഴുവൻ തുറന്നു നോക്കുകയാണ്. ആദ്യം തുറക്കുന്ന സമയം തന്നെ വാനതിരാജന്റെ ചിത്രവും കാണുന്നു. വാനതിരാജന്റെ പ്രതിമയാണല്ലോ കോളേജിന് മുന്നിൽ വെച്ചിരിക്കുന്നതും. അത് കാണുന്ന സമയത്ത് അത് വാനതിരാജനാണെന്ന കാര്യം മകളിന് മനസ്സിലാകുന്നു. മാത്രമല്ല വാനതിരാജനെ കുറിച്ചായിരുന്നു അതിൽ മുഴുവൻ എഴുതിയിരുന്നതും ആ നാടിനെ പറ്റിയുമുണ്ട്. പിന്നീട് പേജുകൾ മറിച്ചു പോകുന്ന സമയം തന്നെ അവനൊരു വയസ്സായ ആളിനെ കാണുമല്ലോ. അവനും ജാസ്മിനും ആദ്യം കണ്ടല്ലോ. ആ വയസ്സായ ആൾ കുട്ടിയായിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ആ ഒരു ചിത്രവും അതിലുണ്ട്. മാത്രമല്ല മല്ലി എന്ന പെൺകുട്ടിയുടെ ഫോട്ടോയും അതിലുണ്ടായിരുന്നു. ഇവരെല്ലാവരും ആരായിരിക്കും എന്ന സംശയം മകളിനും ജാസ്മിനും ഉണ്ടാകും. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ആ ഒരു ബുക്ക് എഴുതിയ എഴുത്തുകാരന്റെ വോയിസ് ഓവറിലൂടെയാണ് പിന്നീടുള്ള കഥകളെല്ലാം കാണിക്കുന്നത്. ആ ഒരു എഴുത്തുകാരൻ വാനതിരാജന്റെ സംസ്ഥാനത്തേക്ക് വന്നത് വാനതിരാജനെ കുറിച്ച് അറിയാനും അയാളുടെ ഒരു സംസ്ഥാനത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും വേണ്ടിയിട്ടാണ്. എന്നിട്ടാണ് ആ ഒരു ബുക്ക് എഴുതിയതും. വാനതിരാജനെ കുറിച്ച് ആളുകളൊക്കെ പറഞ്ഞ കാര്യങ്ങൾ വെച്ചാണ് കഥ എഴുതുവാനായിട്ടും എഴുത്തുകാരൻ ആദ്യം ആരംഭിച്ചത്. എന്നാൽ ഇപ്പോൾ വാനതിരാജന്റെ നാട്ടിലെത്തി വാനതിരാജനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുകയാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ എഴുത്തുകാരന് മനസ്സിലാകുന്നു. ഈ വാനതിരാജന് ഒരു സ്വഭാവമുണ്ട്. കലാപരമായിട്ടുള്ള സാധനങ്ങളെല്ലാം കളക്ട് ചെയ്ത് സൂക്ഷിച്ചൊരു റൂമിനുള്ളിൽ വയ്ക്കുക. അതാണ് വാനതിരാജന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. മാത്രമല്ല വാനതിരാജന് സ്വന്തമെന്നോ ബന്ധമെന്നോ രക്തബന്ധമെന്നോ പറയുവാനായിട്ട് ആരും തന്നെയില്ല. വാനതിരാജനടുത്തേക്ക് സഹായം ചോദിച്ചു വരുന്ന സ്ത്രീകളെയെല്ലാം വാനതിരാജൻ റൂമിലേക്കാണ് ക്ഷണിക്കുക. പക്ഷേ അബ്യൂസ് ചെയ്യാനല്ല. അബ്യൂസ് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, അവരെ ക്രൂരമായിട്ട് ഉപദ്രവിക്കും. ഉപദ്രവിക്കുക എന്ന് വെച്ചാൽ വരുന്ന സ്ത്രീകളുടെ എല്ലാം മൂക്കുത്തി അറുത്തെടുക്കും. എന്നിട്ട് ആ മൂക്കുത്തിയെല്ലാം സൂക്ഷിച്ചു വെക്കുകയാണ് വാനതിരാജന്റെ ശീലം. എന്നിട്ട് മൂക്കുത്തികളെല്ലാം കണ്ട് നിർവൃതി അടയുക. അതാണ് സ്വഭാവവും. ആ ഒരു വിവരം പറഞ്ഞ എഴുത്തുകാരൻ ആ പരിസരത്തുള്ള ഒരു സ്ത്രീയോട് എന്തുകൊണ്ടായിരിക്കാം വാനതിരാജൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യം അന്വേഷിക്കും. അപ്പോൾ ആ സ്ത്രീ പറയുന്നത് ഈ വാനതിരാജന് ഒരിക്കലും കുഞ്ഞ് ജനിക്കത്തില്ല. ആ ഒരു അപമാനം വാനതിരാജനുണ്ട്. അത് മറക്കുവാൻ വേണ്ടിയിട്ടാണ് അത്തരം ക്രൂരതകൾ സ്ത്രീകളോട് ചെയ്യുന്നത് എന്നുള്ള കാര്യം ആ സ്ത്രീ വഴി എഴുത്തുകാരൻ മനസ്സിലാക്കുന്നു. ഈ വാനതിരാജന് ഒരു ഹോബി ഉണ്ടല്ലോ. കലാപരമായിട്ടുള്ള സാധനങ്ങളെല്ലാം കളക്ട് ചെയ്ത് ഒരു റൂമിനുള്ളിൽ സൂക്ഷിച്ചു വെക്കും. ആ റൂമിനുള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയുവാനായിട്ട് എഴുത്തുകാരന് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. ആ ഒരു കൊട്ടാരവുമായി ബന്ധപ്പെട്ട ഒരു വയസ്സായ ആളിനോട് എനിക്ക് ആ ഒരു റൂമിൽ കയറണം, എന്നാൽ മാത്രമേ വാനതിരാജനെ പറ്റിയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ടും എനിക്ക് എഴുതാൻ കഴിയൂ എന്നും എഴുത്തുകാരൻ പറയുമ്പോൾ ആ ഒരു വയസ്സായ ആൾ പറയുന്നത്,
ആ റൂമിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ആകെ അധികാരമുള്ളത് സെമീന്ദാർക്ക് മാത്രമാണ്, അല്ലാതെ മറ്റാർക്കും അതിനുള്ളിൽ പ്രവേശിക്കാനാകില്ലെന്ന് വൃദ്ധൻ പറയുമ്പോൾ എഴുത്തുകാരൻ പറയുന്നത്, സെമീന്ദാർ ആ റൂമിലെ എന്തൊക്കെ കാര്യങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നെന്ന് അറിഞ്ഞാൽ മാത്രമല്ലേ എനിക്ക് ഈ ബുക്കിൽ അതുകൂടി ഉൾപ്പെടുത്താനാകുമെന്നും എഴുത്തുകാരൻ പറയുന്നു. അത് കേട്ട് ആ വയസ്സായ ആൾ പറയുന്നത്, ആ റൂമിനുള്ളില് ഒരു വിശിഷ്ടമായിട്ടുള്ള ഒരു കണ്ണാടിയുണ്ട്. ബർമയിൽ നിന്നും സെമീന്ദാർ കൊണ്ടുവന്നതാണ്. ആ കണ്ണാടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ കണ്ണാടിയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒരാളുടെ പൂർവ്വജന്മം എന്തായിരുന്നു എന്ന് കാണാനായിട്ട് പറ്റും. അത്തരം ഒരു മായ കണ്ണാടിയാണ് അതെന്നും ആ വയസ്സായ ആൾ പറയുന്നു. അത് കേൾക്കുന്നതും എഴുത്തുകാരന് ആ കണ്ണാടിയൊന്ന് നേരിൽ കാണുവാനുള്ള മോഹമുണ്ടാകുന്നു. ഉടനെ തന്നെ ആ ഒരു അറയുടെ താക്കോലൊപ്പിച്ച എഴുത്തുകാരനാണെങ്കിൽ അതിനുള്ളിലേക്ക് കടക്കും. എന്നിട്ട് ആ മായ കണ്ണാടിയുടെ മുന്നിലേക്ക് ചെന്ന് നിൽക്കുകയാണ്. കണ്ണാടിയിലൂടെ തന്റെ പൂർവ്വജന്മം എഴുത്തുകാരൻ കാണുന്നു. അത് കണ്ടതും എഴുത്തുകാരൻ തന്നെ ഞെട്ടിപ്പോവുകയാണ്. കാരണം ഒരു വയസ്സായ രോഗമൊക്കെ ബാധിച്ച ഒരാളിനെയാണ് കണ്ണാടിയിലൂടെ എഴുത്തുകാരൻ കണ്ടതും. അതിനുശേഷം കാണിക്കുന്നത് വാനതിരാജനെയാണ്. വാനതിരാജൻ ഒരു സ്വാമിയെ വിളിച്ചിട്ട് തന്റെ ഭാവിയെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുകയാണ്. വാനതിരാജന് രക്തബന്ധമെന്ന് പറയാൻ ആരും തന്നെയില്ല. ആകെയുണ്ടായിരുന്ന ഒരു മകൾ മരണപ്പെട്ടു പോയി. പിന്നീടുണ്ടായിരുന്ന വളർത്തുമകനും നഷ്ടമായി. പിന്നീട് ഭാവിയിൽ ഒരു തരത്തിലുള്ള രക്തബന്ധവും വാനതിരാജനില്ല. വാനതിരാജൻ അങ്ങനെ സംഭവിക്കുവാനായിട്ട് കാരണം വാനതിരാജനാൽ മരണപ്പെടുന്ന കന്യകരായിട്ടുള്ള പെൺകുട്ടികളുടെ ശാപമാണ് അതിന് പിന്നിൽ. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു രക്തബന്ധമൊന്നും വാനതിരാജൻ ഉണ്ടാകത്തേയില്ലെന്നും സ്വാമി പറയുന്നു. എന്നാൽ അതെല്ലാം കേട്ടിട്ട് വാനതിരാജൻ പറയുന്നത്, ഈ കാര്യങ്ങളെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം. അത് കേട്ട് സ്വാമി പറയുന്നത്, പിന്നീട് ഒരു കാര്യം കൂടിയുണ്ട്. വാനതിരാജന്റെ തലമുറയിലെ അവസാനത്തെ ജമീന്ദാറാണ് വാനതിരാജൻ. ഇനിയൊരു ജമീന്ദാറും ഒരിക്കലും അവരുടെ ആ ഒരു കുടുംബത്തിൽ ഉണ്ടാകത്തില്ല എന്നും സ്വാമി പറയുന്നു. അത് കേൾക്കുന്നതും വാനതിരാജൻ പറയുന്നുണ്ട്, അതും എനിക്കറിയാം. എനിക്കൊരു കാര്യം ചെയ്യണം. എന്റെ പേര് എന്ന് നിലനിൽക്കണം. അതിനു വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്നും വാനതിരാജൻ സ്വാമിയോട് ചോദിക്കുന്നു. അപ്പോൾ സ്വാമി ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കും. അവരുടെ നാട്ടില് അങ്ങ് അക്കരെയായിട്ട് ഒരു വലിയ വനമുണ്ട്. ആ വനത്തിനുള്ളിലായിട്ട് ഒരു വിഭാഗം ആദിവാസികൾ താമസിക്കുന്നുണ്ട്. അവിടെ പോയി ഒരു വിദ്യാലയം സ്ഥാപിച്ചു കഴിഞ്ഞാൽ എന്നും വാനതിരാജന്റെ പേര് നിലനിൽക്കുമെന്നും സ്വാമി പറയുന്നു. വാനതിരാജൻ ആ കാട്ടിൽ താമസിക്കുന്ന ഒരാളെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ കാടിനുള്ളിലേക്ക് വന്നിട്ട് അവിടെ ഒരു വലിയ വിദ്യാലയം സ്ഥാപിക്കുവാനായി പോവുകയാണ്. നിങ്ങളുടെ ആളുകളെല്ലാം പറഞ്ഞു മനസ്സിലാക്കണമെന്നും വാനതിരാജൻ പറയുന്നു. അത് കേട്ട് അയാൾ പറയുന്നത്, അയ്യാ, ഒരിക്കലും അത് സാധ്യമല്ല. നമ്മുടെ ആ ഒരു കാടിനുള്ളിലായിട്ട് ഒരു പെണ്ണുണ്ട്. അവളുടെ പേരാണ് മല്ലി. മല്ലിയെ കടന്ന് നമുക്ക് ഒരു കാര്യവും ചെയ്യാനായി പറ്റത്തില്ല. മല്ലി ആ കാടിനെയും അവിടുത്തെ ജന്തുജാലങ്ങളെയും അവിടുത്തെ വൃക്ഷങ്ങളെയും എല്ലാത്തിനെയും അളവിലധികം സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അവൾ മഴ പെയ്യണമെന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അപ്പോൾ മഴ പെയ്യും. മഴ നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ അപ്പോൾ തന്നെ മഴ നിൽക്കും. അത്രയ്ക്കും ഒരു ശക്തിയുള്ള പെൺകുട്ടിയാണ് ഈ മല്ലി എന്നുള്ള കാര്യവും കാട്ടിലുള്ള ആൾ വാനതിരാജനോട് പറയുന്നു. എന്നിട്ട് അയാൾ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ വാനതിരാജന്റെ വളർത്തു മകനാണെങ്കിൽ കാടിനുള്ളിൽ നഷ്ടപ്പെട്ടു പോയിരുന്നു. അവൻ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യമാണ് കാട്ടിലുള്ള ആൾ വാനതിരാജനോട് പറയുന്നത്. അയാൾ പറയുന്നുണ്ട്, മുൻപൊരിക്കൽ ഈ വാനതിരാജന്റെ വളർത്തുമകനാണെങ്കിൽ കാട്ടിൽ മാനിനെ വേട്ടയാടുവാനായി വന്നു. മാനിനെ വേട്ടയാടിയ വാനതിരാജന്റെ വളർത്തുമകൻ നേരെ ചെന്നപ്പെട്ടത് മല്ലിയുടെ കൺമുന്നിലും. മല്ലിക്ക് ആകെ അതിൽ കുഞ്ഞു മാനിനെ മാത്രമേ രക്ഷിക്കാനായി പറ്റിയുള്ളൂ. അമ്പുകൊണ്ട് തള്ളമാൻ ചത്തുപോയിരുന്നു. മല്ലിക്ക് ആകെ സങ്കടം. മല്ലിക്ക് വല്ലാതെ ദേഷ്യവും വരുന്നുണ്ട്. മല്ലിയും കാട്ടിലുള്ളവരും ചേർന്ന് വാനതിരാജന്റെ വളർത്തുമകനെ മരത്തിൽ പിടിച്ച് കെട്ടിയിട്ടു. മല്ലി പറയുന്നതിനപ്പുറം ആ നാട്ടിലുള്ളവരാരും ചലിക്കത്തേയില്ല. മല്ലിയുടെ വാക്കാണ് അവസാനത്തെ വാക്ക്. അതുകൊണ്ട് തന്നെ മല്ലിയാണെങ്കിൽ കാടിനെ നശിപ്പിക്കുന്ന, ഇവിടുത്തെ ജീവജാലങ്ങളെ നശിപ്പിക്കുന്ന ഇവരൊന്നും ഒരിക്കലും ജീവനോടെ കാണാൻ പാടില്ല എന്ന് മല്ലി പറയുന്നു. എന്നാൽ അവരെല്ലാവരും വാനതിരാജന്റെ വളർത്തുമകനെ അടിച്ചു കൊല്ലുവാനായിട്ട് വരുന്ന സമയത്ത് മല്ലി ഒരു കാര്യം കൂടി പറയും. അല്ല, ഇവനെ എന്തിനാ നമ്മൾ കൊല്ലുന്നത്? നമ്മുടെ കാടിലേക്ക് അതിക്രമിച്ച് കയറി ഇവിടുത്തെ ജീവജാലത്തിനെ കൊല്ലാനല്ലേ ഇവൻ നോക്കിയത്? അപ്പോൾ ഇവനുള്ള ശിക്ഷ പ്രകൃതി തന്നെ കൊടുക്കട്ടെ. ഇവനെ ഇവിടെ കെട്ടിയിടുവാനായിട്ടും മല്ലി പറയുന്നു. എന്നിട്ട് വാനതിരാജന്റെ വളർത്തുമകനെ ആ ഒരു മരത്തിൽ കെട്ടിയിട്ടിട്ട് എല്ലാവരും അവിടെ നിന്ന് പോകും. എന്നാൽ അവർ പോയി കഴിഞ്ഞ് കുറെ നേരം കഴിഞ്ഞതും അവിടേക്കൊരു പുലി വരുന്നു. അവിടെ വന്യജീവികളൊക്കെ നടമാടുന്ന സ്ഥലമായിരുന്നു. പുലിയാണെങ്കിൽ വാനതിരാജന്റെ വളർത്തുമകനെ കടിച്ചു കൊന്നു. അങ്ങനെയാണ് വാനതിരാജന്റെ വളർത്തുമകൻ മരണപ്പെട്ടത് എന്നുള്ള കാര്യവും കാട്ടിൽ താമസിച്ച അയാൾ വാനതിരാജനോട് പറഞ്ഞു. അതെല്ലാം കേട്ട് കഴിഞ്ഞതും വാനതിരാജന് മല്ലിയോട് വല്ലാത്ത ദേഷ്യം വന്നു. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് ആ ഗ്രാമവാസികളെയാണ്. മല്ലിയുടെ ചേട്ടനായ കരുമാളി അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു ചിത്രശലഭം അതുവഴി പറന്നു പോകുന്നു. അത് കാണുന്ന മല്ലിയുടെ ചേട്ടനാണെങ്കിൽ ഉടനെ തന്നെ മല്ലിയോടൊക്കെ വന്ന് പറയുന്നുണ്ട്, ആ ഒരു ചിത്രശലഭത്തിനെ ഞാൻ വീണ്ടും കണ്ടു. നമ്മുടെ ഗ്രാമത്തിന് എന്തോ ആപത്ത് വരാൻ പോവുകയാണെന്നും മല്ലിയുടെ ചേട്ടൻ പറയുന്നു.
അതേസമയം തന്നെയായിരുന്നു ബുക്ക് വായിച്ചു കൊണ്ടിരുന്ന ജാസ്മിനെയും മകളിനെയും ഇനി സമയം കഴിഞ്ഞു, എന്തായാലും നാളെ വന്ന് വായിക്കുവാനായിട്ടും ലൈബ്രറിയൻ പറയുന്നതും. അങ്ങനെ ബുക്കും അടച്ചു വെച്ച് രണ്ടുപേരും പിരിയുകയാണ്. മകൾ ഹോസ്റ്റലിലേക്ക് പോകുവാനായിട്ട് കോളേജിന് മുന്നിലെത്തുന്ന സമയത്ത് അവിടെ വാനതിരാജിന്റെ പ്രതിമ മകൾ കാണുന്നുണ്ട്. എന്നാൽ പ്രതിമയുടെ ഷോൾഡറിലായിട്ട് ഒരു ചിത്രശലഭം വന്നിരിക്കുന്നതും മകൾ കാണുന്നുണ്ട്. ചിത്രശലഭം ഉടനെ തന്നെ പറന്ന് മകളിനടുത്തെത്തിയിട്ട് അവനെ എങ്ങോട്ടോ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഒരു വിജനമായ സ്ഥലം, അവിടെ പഴയൊരു കിണറും. ആ കിണറിനുള്ളിലേക്കാണ് ചിത്രശലഭം പറന്നു പോയതും. കിണറിനുള്ളിലേക്ക് മകൾ നോക്കുന്ന സമയത്ത് കാണുന്നത് അവന്റെ മറ്റൊരു കൂട്ടുകാരൻ കിണറിനുള്ളിൽ മരണപ്പെട്ട് കിടക്കുന്നതാണ്. അടുത്ത ദിവസം തന്നെ ആ കേസ് അന്വേഷിക്കുവാനായിട്ട് പോലീസുകാരും എത്തുന്നുണ്ട്. അമിതമായിട്ട് മയക്കുമരുന്ന് ആ പയ്യൻ ഉപയോഗിക്കുമായിരുന്നു. അതുകൊണ്ട് എങ്ങനെയോ കാലു തന്നെ കിണറിൽ വീണ് മരണപ്പെട്ടതാണെന്ന് പറഞ്ഞ് കേസും ക്ലോസ് ചെയ്യുന്നു. എന്നാൽ മകൾ മറ്റൊരു കൂട്ടുകാരനിൽ നിന്നും മറ്റൊരു കാര്യം കൂടി അറിയുകയാണ്. അവസാനമായിട്ട് ഈ കൂട്ടുകാരനാണെങ്കിൽ ആ 1013 റൂമിലേക്ക് പോയിരുന്നു. മകളാണെങ്കിൽ ഡു നോട്ട് എൻറ്റർ എന്ന് എഴുതി വെച്ചിട്ട് പോലും ഈ കൂട്ടുകാരൻ അവിടെ പോയി ഒറ്റയ്ക്കിരിക്കുമായിരുന്നു. അവനെ തിരക്കി മറ്റു കൂട്ടുകാരൻ ചെന്ന സമയത്ത് അവന്റെ കണ്ണാകെ ചുമന്നിരിക്കുകയാണ്. നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് പോലും അവനൊന്നും മിണ്ടിയതേയില്ല. അവന്റെ കണ്ണെല്ലാം ചുവന്ന് അവൻ അമിതമായി മയക്കുമരുന്ന് ഉപയോഗിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നതെന്നും കൂട്ടുകാരൻ പറയുന്നു. പക്ഷെ അതെല്ലാം കേട്ടിട്ട് മകളിനൊരു കാര്യം മനസ്സിലായി. ആ റൂമിലേക്ക് അവൻ ഒറ്റയ്ക്ക് പ്രവേശിച്ചത് കൊണ്ടാണ് അവൻ മരണപ്പെട്ടത്. അപ്പോൾ ആ റൂമിന് എന്തെങ്കിലും പ്രശ്നം കാണുമെന്നും മകളുടെ മനസ്സിലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ മകൾ നേരെ പ്രിൻസിപ്പാളിനെ കാണുവാനായിട്ട് പോയി. എന്നിട്ട് പ്രിൻസിപ്പാളിനോട് പറയുന്നുണ്ട്, സാർ, ഇനി എനിക്ക് ആ റൂമിൽ താമസിക്കുവാനായി പറ്റത്തില്ല, എന്തായാലും എന്നെ റൂം മാറ്റണമെന്നും മകൾ പറയുന്നു. അതനുസരിച്ച് മകളിന് മറ്റൊരു റൂം അനുവദിച്ചു കൊടുക്കുകയാണ് പ്രിൻസിപ്പാൾ. അടുത്ത ദിവസം രാവിലെ തന്നെ മകളും ജാസ്മിനും ലൈബ്രറിയിലെത്തി എവിടെയാണോ അവർ കഥ അവസാനിപ്പിച്ചത് അവിടെ നിന്നും വീണ്ടും ആരംഭിക്കുകയാണ്. മല്ലിയുടെ ചേട്ടനായ കരുമാളി ആ ഒരു ചിത്രശലഭത്തിനെ കണ്ട് അവരുടെ നാട്ടിലേക്ക് എന്തോ ആപത്ത് വരുന്നെന്ന് മല്ലിയോടും കൂട്ടരോടും പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ അവർ വിചാരിച്ചതുപോലെ തന്നെ അവരുടെ നാട്ടിലേക്ക് ആപത്ത് വരികയാണ്. ആ ആപത്ത് മറ്റാരുമല്ല, വാനതിരാജനായിരുന്നു. വാനതിരാജൻ ഒരു തോക്കുമായിട്ടാണ് കാടിനുള്ളിലേക്ക് കടന്നതും ഒരു മാനിനെ വേട്ടയാടും പോലെയാണ് അവിടേക്ക് വന്നതും. മാനിനെ വെടിവെക്കാനായിട്ട് പോകുന്ന സമയം തന്നെ മല്ലി അവിടേക്ക് എത്തുന്നു. മല്ലി പൂർണ്ണ ഗർഭിണിയുമായിരുന്നു ആ സമയം. മല്ലി പറയുന്നുണ്ട്, പുലിയുടെ കടിയേറ്റ് മരിക്കണ്ട എന്നുണ്ടെങ്കിൽ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടോ എന്നായിരുന്നു. ഒന്നും മിണ്ടാതെ വാനതിരാജൻ അവിടെ നിന്ന് പോകും. അന്നേ ദിവസം രാത്രി മല്ലിയും സഹോദരനും മാത്രമായിരുന്നു കുടിലുണ്ടായിരുന്നത്. മല്ലിയുടെ ഹസ്ബൻഡ് അവിടെയില്ല. പൂർണ്ണ ഗർഭിണിയാണല്ലോ മല്ലി, അതുകൊണ്ട് തന്നെ ചേട്ടൻ എപ്പോഴും അവളുടെ ഒപ്പമുണ്ട്. അതേസമയം തന്നെയായിരുന്നു പുറത്തൊരു 3-4 പേര് വന്നതും. അതിലൊരാൾ ജമീന്ദാറിന്റെ ആളാണ്, വാനതിരാജന്റെ ആള്. അയാളാണെങ്കിൽ മല്ലിയുടെ ചേട്ടനോട് പറയുന്നുണ്ട്, ആന വന്നിട്ടുണ്ട്, അതിനെ വിരട്ടി ഓടിക്കുവാനായിട്ട് നീയും വരണം, നീ ഞങ്ങളെ സഹായിക്കണമെന്നും ആ ഒരാൾ മല്ലിയുടെ ചേട്ടനോട് പറയുന്നു. അപ്പോൾ അയാളാണെങ്കിൽ പോകുവാനായി തയ്യാറാകുന്നില്ല. എന്റെ സഹോദരി പൂർണ്ണ ഗർഭിണിയാണ്, അവളെ വിട്ടിട്ട് എനിക്ക് വരാനാകില്ല എന്നും മല്ലിയുടെ ചേട്ടൻ പറയുന്നു. എന്നാൽ വാനതിരാജന്റെ കൂട്ടാളിയായിട്ടുള്ള ആളുണ്ടല്ലോ, അയാൾ മല്ലിയോട് പറയുന്നുണ്ട്, മല്ലി, നീ നിന്റെ ചേട്ടനോട് ഒന്ന് പറയ്, ആനയെ വിരട്ടുവാനായിട്ട് ഇവൻ വന്നേ പറ്റുമെന്നും അയാൾ പറയുന്നു. അപ്പോൾ മല്ലി പറയുന്നുണ്ട്, ചേട്ടൻ എന്തായാലും പോയിട്ട് വാ, ഞാൻ ഇവിടെ ഇരുന്നോളാം, എനിക്കൊരു കുഴപ്പവുമില്ലെന്നും മല്ലി പറയുന്നതിനാൽ സഹോദരനാണെങ്കിൽ അവർക്കൊപ്പം പോകുന്നു. പോകുവാനായി ഇറങ്ങി ഉടനെ തന്നെ ആ ജമീന്ദാറിന്റെ കൂട്ടാളിയാണെങ്കിൽ തോക്കെടുത്ത് മുകളിലേക്ക് വെടിവെക്കും. ജമീന്ദാറിന് സിഗ്നൽ കൊടുത്തതാണ്. ഉടനെ തന്നെ ജമീന്ദാറായിട്ടുള്ള വാനതിരാജൻ അവർ പോയി എന്ന് ഉറപ്പുവരുത്തിയതും മല്ലിയുള്ള കുടിലിലേക്ക് എത്തുന്നു. വാനതിരാജനാണെങ്കിൽ കുടിലിലേക്ക് പ്രവേശിച്ചു. വാനതിരാജനെ കണ്ടതും വാനതിരാജൻ ഒരു ജമീന്ദാറാണെന്ന് പോലും നോക്കാതെ, നീ എന്തിനാ ഇവിടേക്ക് വന്നത്, ഇവിടെ നിന്ന് പോകണമെന്നൊക്കെ മല്ലി പറയുന്നു. എന്നാൽ വാനതിരാജനാണെങ്കിൽ തന്റെ വളർത്തു മകനെ മല്ലി കൊന്നതിന്റെ പ്രതികാരമെല്ലാം തീർക്കുവാനായിട്ടാണ് എത്തിയിരിക്കുന്നത്. തന്റെ കൈവശമുള്ള കത്തിയെടുത്തു. എന്നാൽ മല്ലിയും പൊരുതി നിൽക്കുകയാണ്. അവളും അവിടെ നിന്ന് ഒരു കത്തിയെടുത്തു. പക്ഷേ ഗർഭിണിയായിരുന്ന മല്ലിയെ കീഴ്പ്പെടുത്തുവാനായിട്ട് വാനതിരാജൻ എളുപ്പമായിരുന്നു. അവളെ തറയിലേക്ക് തള്ളിവിടുന്നു. എന്നിട്ട് അവളെ കൊല്ലുവാനായിട്ട് അവളുടെ കഴുത്തിൽ കാലുകൊണ്ട് ജരിച്ച് കൊല്ലുവാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോഴും മല്ലി പറയുന്നുണ്ട്, ഞാൻ നിന്നോട് പ്രതികാരം വീട്ടുവാനായിട്ട് ഉറപ്പായി ഞാൻ പുനർജനിച്ച് വരുമെന്ന് പറഞ്ഞിട്ടാണ് മല്ലി മരണപ്പെടുന്നതും. എന്നാൽ ആനയെ ഓടിക്കുവാനായി പോയ മല്ലിയുടെ സഹോദരനുണ്ടല്ലോ, എന്തൊക്കെയോ സംശയം തോന്നുകയാണ്. അവൻ എന്തൊക്കെയോ വശപ്പിച്ചത് തോന്നി ഉടനെ തന്നെ അടുത്തുള്ള മരത്തിന് മുകളിലേക്ക് കയറിയിട്ട് ചന്ദ്രനെ നോക്കുന്ന സമയത്ത് ചന്ദ്രനാണെങ്കിൽ ചുമന്ന നിറത്തിലായിരുന്നു. തന്റെ സഹോദരിക്ക് എന്തോ ആപത്ത് സംഭവിച്ചിരിക്കുന്നു എന്ന് പ്രകൃതി അവന് സിഗ്നൽ കൊടുത്തിരുന്നു. അതനുസരിച്ച് ഉടനെ തന്നെ സഹോദരനാണെങ്കിൽ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് കാണുന്ന കാഴ്ച മരണപ്പെട്ട് കിടക്കുന്ന മല്ലിയാണ്. അതും അവരുടെ ആ ഒരു ഗ്രാമം മുഴുവൻ ദൈവമായി കാണുന്ന മല്ലി മരിച്ചിരിക്കുന്നു. സഹോദരന് താങ്ങാനായും പറ്റിയില്ല. ആ ഒരു കഥ അവിടെ അവസാനിച്ചു.
അതിനുശേഷം ബുക്കിലൊന്നും എഴുതിയിട്ടേയില്ല. അത് വായിച്ചുകൊണ്ടിരുന്ന മകളിനും ജാസ്മിനും പിന്നീട് എന്ത് സംഭവിച്ചു, ആ ഗ്രാമവാസികൾക്കൊക്കെ എന്തായി, വാനതിരാജന് എന്ത് സംഭവിച്ചു എന്നൊക്കെയുള്ള സംശയമുണ്ടാകുന്നു. ഇതെങ്ങനെയെങ്കിലും അറിയണമെന്ന ആഗ്രഹം അവർക്കുണ്ടാവുകയാണ്. അതിന് ഏക വഴി ആ ബുക്ക് എഴുതിയ ആളിനെ കണ്ടുപിടിക്കുക. അത് മാത്രമാണെന്ന് മനസ്സിലാക്കിയവർ ബുക്ക് എഴുതിയ എഴുത്തുകാരനെ അന്വേഷിച്ചു പോവുകയാണ്. കോളേജിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മരണത്തിനൊക്കെ പിന്നിലെ എന്താണെന്ന് ഇവർക്ക് അറിയണം. അതിനു വേണ്ടിയിട്ട് എഴുത്തുകാരനെ അന്വേഷിക്കുകയാണ് അവർ രണ്ടുപേരും. ജാസ്മിൻ തനിക്ക് പരിചയമുള്ള ഒരു എഴുത്തുകാരനെ വിളിച്ചിട്ട് ഈ ഒരു ബുക്ക് എഴുതിയ ആളിനെ പറ്റി അന്വേഷിക്കും. അപ്പോൾ അയാൾ പറയുന്നത് ആ ഒരു എഴുത്തുകാരന്റെ യഥാർത്ഥ പേര് ഭരത് ജ്യോതി. അയാൾ ഇപ്പോൾ എവിടെയുണ്ട് എന്നുള്ള കാര്യവും എഴുത്തുകാരൻ പറഞ്ഞു കൊടുക്കുന്നു. അതനുസരിച്ച് ഭരത് ജ്യോതിയെ കാണുവാനായിട്ട് എത്തുകയാണ് അവർ. ആ ഒരു എഴുത്തുകാരൻ വളരെ വയസ്സായിരിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളാണെങ്കിൽ വാനതിരാജനെ പറ്റി ഒരു ബുക്ക് എഴുതിയിരുന്നില്ലേ? മല്ലി മരിച്ചതോടുകൂടി ആ ബുക്കിലെ കഥ അവസാനിച്ചു. പിന്നീട് അതിനുശേഷം എന്താണ് സംഭവിച്ചത്? മല്ലിയുടെ മരണവും ഞങ്ങളുടെ കോളേജിൽ നടക്കുന്ന പ്രശ്നങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അതുകൊണ്ട് മല്ലിയുടെ മരണത്തിന് ശേഷം എന്തൊക്കെ സംഭവിച്ചുവെന്ന് ഞങ്ങൾക്കറിയണമെന്നും മകൾ പറയുന്നു. അങ്ങനെ ആ ഒരു എഴുത്തുകാരൻ പറയുകയാണ്, ആ ഗ്രാമവാസികൾ ദൈവമായിട്ട് കണ്ട മല്ലിയെ വാനതിരാജൻ കൊന്നതിന് ശേഷം പിന്നീട് എനിക്ക് ബുക്ക് എഴുതുവാനായിട്ട് തോന്നിയതേ ഇല്ല എന്നുള്ള കാര്യം എഴുത്തുകാരൻ പറയുന്നു. പിന്നീട് അവിടെ എന്തൊക്കെ സംഭവിച്ചതെന്ന് ഒരു ഫ്ലാഷ് ബാക്കിലൂടെയാണ് കാണിക്കുന്നത്. മല്ലി മരണപ്പെട്ട അന്നേ ദിവസം രാത്രി തന്നെ ഗ്രാമവാസികൾക്ക് എല്ലാവർക്കും സങ്കടം സഹിക്കാനായില്ല. അവരവരുടെ ആചാരപ്രകാരം ആ ഒരു ഗ്രാമത്തിൽ തന്നെ മല്ലി ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന അവളുടെ പ്രകൃതിയോട് ചേർന്ന ആ ഒരു സ്ഥലത്ത് തന്നെ മല്ലി അവർ അടക്കം ചെയ്തു. മല്ലി ഇല്ലാത്ത ഗ്രാമത്തിൽ താനിനി ജീവിക്കത്തില്ല എന്ന് തീരുമാനിച്ച മല്ലിയുടെ സഹോദരനും നാട് വിട്ടുപോയി. ആ ഗ്രാമവാസികളെ ആക്രമിക്കുവാനായിട്ട് പോലീസുകാരും എത്തിയിരുന്നു. എത്രയും വേഗം ആ ഗ്രാമം വിട്ട് ഒഴിയണമെന്നാണ് പോലീസുകാരുടെ ആവശ്യം. അതിനു വേണ്ടിയിട്ട് ഗ്രാമവാസികളെ അവർ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. അത് താങ്ങാനാകാതെ ഗ്രാമവാസികൾ എല്ലാവരും ചേർന്ന് വിഷം കഴിച്ച് ആത്മഹത്യയും ചെയ്തു. അതിനുശേഷം ആ ഒരു സ്ഥലത്തേക്ക് വിദ്യാലയം പണിയുവാനായിട്ട് വാനതിരാജനും കൂട്ടരുമെത്തി. അതിന്റെ പണികൾ ആരംഭിച്ച സമയം തന്നെ വാനതിരാജന് ഒരു വലിയ അസുഖം വന്ന് അയാൾ മരണപ്പെട്ടു പോവുകയും ചെയ്തു. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യം എഴുത്തുകാരൻ പറയുകയാണ്. എഴുത്തുകാരിൽ നിന്നും പിന്നീട് അവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം മുകളിന് ജാസ്മിന് മനസ്സിലായല്ലോ. എന്നാലും അവരുടെ സംശയങ്ങൾ വീണ്ടും അവശേഷിക്കുകയാണ്. നാടുവിട്ടുപോയ മല്ലിയുടെ സഹോദരനെ കണ്ടെത്തിയാൽ മാത്രമേ ഇപ്പോൾ നമ്മുടെ കോളേജിൽ നടക്കുന്ന മരണങ്ങളും മല്ലിക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കണ്ടെത്താനാകൂവെന്നും മുകൾ പറയുന്നു. അങ്ങനെ അവർ മല്ലിയുടെ സഹോദരനെ കണ്ടെത്തുവാനായിട്ടും തീരുമാനിക്കുകയാണ്. അന്നേ ദിവസം റൂമിലേക്ക് എത്തിയ മുകൾ തന്റെ മറ്റൊരു സുഹൃത്ത് റൂമിലേക്ക് വന്നിട്ടില്ല എന്ന കാര്യം അറിയുകയാണ്. ആ സുഹൃത്ത് എവിടെ പോയെന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ സ്കൾപ്ചർ ക്ലാസ്സിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ എന്തോ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണെന്നും മറ്റൊരു കൂട്ടുകാരൻ പറയുന്നു. എന്തോ സംശയം തോന്നിയ മുകൾ ഉടനെ തന്നെ സ്കൾപ്ചർ ക്ലാസ്സിലേക്ക് എത്തി. അവിടെ നോക്കുമ്പോൾ ശിലയ്ക്ക് അടുത്തായിട്ട് നിൽക്കുന്ന കൂട്ടുകാരനാണെങ്കിൽ തനിയെ കത്തിയെടുത്ത് അവന്റെ കഴുത്തിലേക്ക് തന്നെ കുത്തുന്നു. ഉടനെ തന്നെ മുകൾ പോയി അവനെ തടയും. എന്നിട്ട് അവനെ സമാധാനിപ്പിച്ച് ഒരു ആംബുലൻസിലാക്കി അവനെ ഹോസ്പിറ്റലിലേക്കും പറഞ്ഞു വിടുകയാണ്. അടുത്ത ദിവസം തന്നെ പ്രിൻസിപ്പാൾ മുകളിനെ കണ്ടിട്ട്, നീ പറഞ്ഞല്ലോ നിന്റെ റൂമാണ് പ്രശ്നമെന്ന്, എന്നിട്ട് നിന്റെ റൂം മാറ്റി, എന്നിട്ട് വീണ്ടും വീണ്ടും നിനക്കും സുഹൃത്തുക്കൾക്കും മാത്രം എന്താ ഇങ്ങനെ പ്രശ്നം സംഭവിക്കുന്നതെന്ന് പ്രിൻസിപ്പാൾ ചോദിക്കുന്നു. അപ്പോൾ മുകൾ താൻ വായിച്ച ബുക്കിലെ കാര്യങ്ങളെല്ലാം പ്രിൻസിപ്പാളിനോട് തുറന്നു പറയുന്നു. തന്റെ കൂട്ടുകാരനെ മരണത്തിൽ നിന്ന് തടഞ്ഞിരിക്കുകയാണല്ലോ മുകൾ. ഉടനെ തന്നെ മുകളാണെങ്കിൽ കാട്ടിലേക്ക് പോയിട്ട് മല്ലിയുടെ സഹോദരന്റെ പേരെടുത്ത് വിളിക്കുന്നു. കുറെ നേരം കഴിഞ്ഞതും മുകളിന് മുന്നിലേക്ക് മല്ലിയുടെ സഹോദരൻ എത്തുകയാണ്. മല്ലിയുടെ സഹോദരനെ കണ്ടതും മുകൾ ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ കോളേജിൽ നടക്കുന്ന മരണത്തിനും മരണപ്പെട്ട മല്ലിക്കും എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് മുകൾ ചോദിക്കുന്ന സമയത്ത് മല്ലിയുടെ സഹോദരൻ പറയുന്നത്, മല്ലി മരിച്ച സമയത്ത് അവളെ അടക്കം ചെയ്തത് ഇപ്പോൾ കോളേജ് ഹോസ്റ്റലിൽ നിൽക്കുന്ന അതേ സ്ഥലത്താണ്, അതും 1013 എന്ന റൂമിന് താഴെയായിട്ട്. അവിടെയാണ് അവളെ അടക്കം ചെയ്തിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ആ റൂമിൽ വെച്ച് എന്ത് മോശമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്താലും അവരെ എല്ലാവരെയും മല്ലി കൊല്ലുമെന്നും സഹോദരൻ പറയുന്നു. യഥാർത്ഥത്തിൽ ആ തൂങ്ങി മരിച്ച ചെറുക്കനാണെങ്കിൽ റൂമിനകത്തിരുന്ന് ഒരു കോൾ ഗേളിനെ വീഡിയോ കോൾ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് അവനെ കൊന്നുകളഞ്ഞതും. പിന്നെ രണ്ടാമത് മരിച്ച പയ്യനാണെങ്കിൽ അമിതമായിട്ട് മയക്കുമരുന്നും ഉപയോഗിക്കുമായിരുന്നു. മൂന്നാമത്തെ പയ്യനും ഇതുപോലൊക്കെ തന്നെയായിരുന്നു. പിന്നെ ആ പെയിന്റ് അടിക്കുന്ന പയ്യനും അവനൊരു പെൺകുട്ടിയെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടേയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെയാണ് അവനെയും മല്ലി കൊന്നു കളഞ്ഞതും. എന്നിട്ട് മല്ലിയുടെ സഹോദരൻ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. മല്ലിക്ക് പുനർജന്മം എടുത്തിട്ടായാലും ആ വാനതിരാജനെ അവളുടെ കൈകൊണ്ട് തന്നെ കൊല്ലണമെന്നാണ് വാശി. അതുകൊണ്ട് അവൾ പുനർജനിച്ച് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യവും മല്ലിയുടെ സഹോദരൻ പറയുകയാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് എഴുത്തുകാരന്റെ വീടാണ്. എഴുത്തുകാരന്റെ വീട്ടിലാണെങ്കിൽ എഴുത്തുകാരനെ കാണുന്നില്ല. പക്ഷെ എഴുത്തുകാരന്റെ വീട്ടില് ഒരു മുറിക്കുള്ളിലായിട്ട് വാനതിരാജൻ പണ്ട് സൂക്ഷിച്ചു വെച്ചിരുന്ന ആ ഒരു മായ കണ്ണാടി ഇരിക്കുന്നു. അതെന്ന് ഈ എഴുത്തുകാരൻ വാനതിരാജൻ മരണപ്പെട്ടതിന് ശേഷം അവിടെ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് വന്നിരുന്നു. ആ കണ്ണാടിക്ക് മുന്നിലായിട്ട് ദേ കോളേജ് പ്രിൻസിപ്പാൾ നിൽക്കുന്നു. പ്രിൻസിപ്പാൾ ആ കണ്ണാടിയിലൂടെ നോക്കുന്ന സമയത്ത് വാനതിരാജനെയാണ് കാണുന്നത്. അവിടെയാണ് കഥയിലെ ട്വിസ്റ്റ്. വാനതിരാജൻ പുനർജനിച്ചതാണ് പ്രിൻസിപ്പാൾ.
മായ കണ്ണാടിയിലൂടെ നോക്കി തന്റെ പൂർവ്വജന്മം എന്താണെന്ന് പ്രിൻസിപ്പാൾ മനസ്സിലാക്കുന്നു. എന്നാൽ അതെല്ലാം ഒളിഞ്ഞു നിന്ന് എഴുത്തുകാരൻ കാണുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് എഴുത്തുകാരൻ തീരുമാനിച്ചു. പക്ഷെ അതിന് ഒരു വഴിയുമില്ല. കാരണം എല്ലാ വാതിലുകളും പ്രിൻസിപ്പാൾ അടച്ചിരുന്നു. ഈ സത്യമെല്ലാം മനസ്സിലാക്കി നീ ഇനി ജീവനോടെ പാടില്ല എന്ന് പറഞ്ഞ് പ്രിൻസിപ്പാൾ എഴുത്തുകാരനെ കൊന്നുകളയും. എന്നിട്ട് വാനതിരാജനെ പറ്റി എഴുത്തുകാരൻ ഒരു ബുക്ക് എഴുതിയിരുന്നല്ലോ, ആ ബുക്കും പ്രിൻസിപ്പാൾ കത്തിച്ചു കളഞ്ഞു. ഈ പ്രിൻസിപ്പാൾ യഥാർത്ഥത്തിൽ തന്റെ പൂർവ്വജന്മം എന്തെന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് ആ ഒരു കോളേജ് തന്നെ വാനതിരാജന്റെ പേരിൽ ആരംഭിച്ചതും. എന്നിട്ട് വാനതിരാജന്റെ അതേ സ്വഭാവമൊക്കെ പ്രിൻസിപ്പാളിനും ഉണ്ടായിരുന്നു. വാനതിരാജൻ പുനർജനിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മല്ലിയും പുനർജനിച്ചു കാണും. വാനതിരാജനെ കൊല്ലണമെന്ന പകയോടു കൂടിയാണല്ലോ മല്ലി നടക്കുന്നതും. പ്രിൻസിപ്പാളാണ് വാനതിരാജന്റെ പുനർജന്മം എന്നറിയാതെ മല്ലിയുടെ സഹോദരൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രിൻസിപ്പാളിനോട് വന്ന് മുകൾ പറയുന്നു. എല്ലാ സത്യങ്ങളും തുറന്നു പറയുകയാണ്. അപ്പോൾ പ്രിൻസിപ്പാൾ പറയുന്നുണ്ട്, എന്തായാലും മല്ലി പുനർജനിച്ചു കാണും. മല്ലി മരണപ്പെട്ടത് 50 വർഷം മുൻപുള്ള ഒരു റെഡ് മൂൺ ദിവസമാണ്. അപ്പോൾ അതേ റെഡ് മൂൺ ദിവസം ഉടനെ ഉണ്ടാകുന്നുണ്ട്. അതേ ദിവസം തന്നെ മല്ലിയായിട്ട് പുനർജനിച്ച പെൺകുട്ടിയെ കണ്ടെത്തണം. അവളെ എന്റെ മുന്നിലേക്ക് കൊണ്ടുവരണം. മല്ലിയുടെ ദേഷ്യം ശമിപ്പിക്കണമെങ്കിൽ ഒരു റെഡ് മൂൺ ദിവസം മാത്രമേ സാധിക്കൂ. അതേ റെഡ് മൂൺ ദിവസം ഉടനെ തന്നെ വരുന്നുണ്ട്. ആ ദിവസം മല്ലിയുടെ പുനർജന്മമായിട്ടുള്ള പെൺകുട്ടിയെ കണ്ടെത്തണം. അവളെ എന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് മല്ലിയുടെ ദേഷ്യത്തെ ശമിപ്പിക്കാൻ കഴിയുമെന്നും പ്രിൻസിപ്പാൾ പറയുന്നു. അതനുസരിച്ച് റൂമിലെത്തി ആരായിരിക്കും മല്ലിയുടെ പുനർജന്മം എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന മുകളിന് ഒരു സംശയമുണ്ടാകുന്നു. ഡോക്യുമെന്ററി ചെയ്യാനായിട്ട് വന്ന ജാസ്മിൻ ആയിരിക്കുമോ മല്ലിയുടെ പുനർജന്മം എന്ന സംശയം മുകളിനുണ്ടാകുന്നു. സംശയം തോന്നുന്നതിന് ഒരു കാരണമുണ്ട്. ജാസ്മിന്റെ കയ്യിലാണെങ്കിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ടാറ്റു മുകൾ കണ്ടിരുന്നു. ആ ഒരു ടാറ്റുവിനെ പറ്റി ജാസ്മിനോട് അവൻ ചോദിച്ചപ്പോൾ വ്യക്തമായിട്ട് അവൾ ഒന്നും പറഞ്ഞതുമില്ല. മാത്രമല്ല അവന്റെ ആ ഒരു 1013 റൂമിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു മരവും അതിന് താഴെയായിട്ട് ഒരു പ്രതിമയും ഉണ്ടായിരുന്നല്ലോ. ആ പ്രതിമയെ കണ്ട ജാസ്മിൻ പറയുന്നുണ്ട്, ഈ പ്രതിമയ്ക്കും എനിക്കും തമ്മിൽ മുൻ ജന്മത്തിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അങ്ങനെയൊക്കെയുള്ളൊരു തോന്നൽ എന്റെ മനസ്സിലുണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യം ജാസ്മിൻ പറഞ്ഞതും മുകളിന് ഓർമ്മ വരുന്നു. അപ്പോൾ അവൾ തന്നെയാകും മല്ലിയുടെ പുനർജന്മമെന്ന് മുകൾ ഉറപ്പിക്കും. ഉടനെ തന്നെ പ്രിൻസിപ്പാളിനെ വിളിച്ചിട്ട് ആ കാര്യം പറയുകയാണ്. പ്രിൻസിപ്പാൾ പറയുന്നത്, ഇന്ന ദിവസം റെഡ് മൂൺ ദിവസമാണ്. ആ ദിവസം രാത്രി തന്നെ ജാസ്മിനെ നീ എന്റെ വീട്ടിലെത്തിക്കണം. നമുക്ക് മല്ലിയുടെ ദേഷ്യം ശമിപ്പിക്കാനാകുമെന്നും പ്രിൻസിപ്പാൾ പറയുന്നു. അങ്ങനെ ആ ഒരു റെഡ് മൂൺ ദിവസം ജാസ്മിനെയും കൂട്ടി മുകൾ പ്രിൻസിപ്പാളിന്റെ വീട്ടിലെത്തി. മുകളിനെ പുറത്തിരുത്തി ജാസ്മിനെയും കൂട്ടി പ്രിൻസിപ്പാൾ ഒരു റൂമിലേക്ക് പോയി. അവിടെ മുഴുവൻ മെഴുകുതിരിയൊക്കെ കത്തിച്ചു വെച്ചിരുന്നു. എന്നിട്ട് ജാസ്മിനെ ഓപ്പോസിറ്റുള്ള കസേരയിൽ ഇരുത്തിയിട്ട് നീ മെഴുകുതിരിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ് എന്നൊക്കെ പ്രിൻസിപ്പാൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പ്രിൻസിപ്പാൾ വാനതിരാജന്റെ പുനർജന്മമാണെന്ന് ജാസ്മിന് അറിയത്തില്ലല്ലോ. എന്നാൽ കുറെ നേരം പുറത്ത് വെയിറ്റ് ചെയ്ത മുകളിനടുത്തേക്ക് ഒരു ചിത്രശലഭം പറന്നു വരികയാണ്. എന്തെങ്കിലും ആപത്ത് സംഭവിക്കാൻ പോകുന്ന സമയത്താണല്ലോ ആ ഒരു ചിത്രശലഭം വരുന്നത്. ചിത്രശലഭം ഉടനെ തന്നെ അകത്തൊരു റൂമിലേക്ക് പറന്നു പോവുകയാണ്. ചിത്രശലഭത്തിനെ ഫോളോ ചെയ്ത് മുകളും പോകുന്നു. എന്നാൽ ആ റൂമിൽ നിറയെ വാനതിരാജൻ പണ്ട് കളക്ട് ചെയ്ത് വെച്ചിരുന്ന കലാപരമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, അതേ സാധനങ്ങൾ തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. മാത്രമല്ല വാനതിരാജന്റെ ഒരു വലിയ ഫോട്ടോയും ഉണ്ടായിരുന്നു. എന്തിനായിരിക്കും പ്രിൻസിപ്പാൾ വാനതിരാജന്റെ ഈ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്ന സംശയം മുകളിലുണ്ടാകുന്നു. മാത്രമല്ല ആ ഒരു മായ കണ്ണാടിയും മുകൾ അവിടെ കാണുകയാണ്. തുണിയിട്ട് മൂടിയ അവസ്ഥയിലായിരുന്നു ആ മായ കണ്ണാടി. അതിനെ മൂടിയിരുന്ന ആ ഒരു തുണി മാറ്റി നോക്കിയ സമയത്താണ് കഥയിലൊരു ട്വിസ്റ്റ്. മുകൾ തന്റെ പ്രതിബിംബം കണ്ണാടിയിലൂടെ കാണുന്നു. അത് കണ്ട് മുകൾ തന്നെ ഞെട്ടിപ്പോകുന്നു. കാരണം എന്തെന്നാൽ ഒരാളുടെ പൂർവ്വജന്മം എന്തെന്ന് മായ കണ്ണാടിയിലൂടെ മനസ്സിലാക്കാനായി പറ്റുമല്ലോ. മുകളുടെ പൂർവ്വജന്മം ആരെന്നാൽ മല്ലി തന്നെയാണ്. മല്ലിയാണ് ആ കണ്ണാടിയിലൂടെ മുകൾ കണ്ടതും. അതെ, മല്ലി പുനർജനിച്ചതാണ് മുകളായിട്ട്. എന്നാൽ അതേ സമയം തന്നെ പ്രിൻസിപ്പാൾ ഹിപ്നോട്ടിസം ചെയ്ത് ജാസ്മിനെ ഉറക്കിയിരിക്കുന്നു. ജാസ്മിന്റെ ബോധം പോയി എന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ പ്രിൻസിപ്പാൾ നേരെ വരുന്നത് മുകളിനടുത്തേക്കാണ്. മുകളാണ് മല്ലിയുടെ പുനർജന്മമെന്ന് പ്രിൻസിപ്പാളിന് മനസ്സിലായിട്ടുണ്ട്. അവിടെ വെച്ച് പ്രിൻസിപ്പാളും മുകളും തമ്മിൽ ഒരു ഫൈറ്റ് നടക്കും. എന്നാൽ കണ്ണാടിയിലൂടെ നോക്കുന്ന സമയത്ത് വാനതിരാജനും മല്ലിയും തമ്മിലാണ് ഫൈറ്റ് നടക്കുന്നതും. പ്രിൻസിപ്പാൾ മുകളിനെ ഒരുപാട് തല്ലി അവശനാക്കും. എന്നാൽ കണ്ണാടിയിലും വാനതിരാജൻ മല്ലിയെ ഒരുപാട് തല്ലുകയാണ്. അവശതയിലിരിക്കുകയാണ് മല്ലി. എന്നാൽ ഈ വാനതിരാജനാണെങ്കിൽ ഓരോ പെൺകുട്ടികളെയും ക്രൂരമായി ഉപദ്രവിക്കുന്ന സമയത്ത് അവരുടെ മൂക്കുത്തിയെല്ലാം അറുത്തെടുക്കുമായിരുന്നല്ലോ. മല്ലിയെ കൊല്ലുന്ന സമയത്തും അവളുടെ മൂക്കുത്തിയും അറുത്തെടുത്തിരുന്നു. മുകളിലെ ഒരുപാട് തല്ലിയ ശേഷം വലിച്ചെറിഞ്ഞത് ആ ഒരു മൂക്കുത്തികൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതിന് മുകളിലൂടെയാണ്. മൂക്കുത്തികളെല്ലാം അവിടെ ചിതറി. അതേസമയം തന്നെ മുകളിന് വീണ്ടും ഒരു ശക്തി ഉണ്ടാകുന്നു. ചാടി എഴുന്നേറ്റ മുകളാണെങ്കിൽ പ്രിൻസിപ്പാളിനെ കുത്തിക്കൊല്ലുകയാണ്. കണ്ണാടിയിൽ
മല്ലി വാനതിരാജിനെയും കുത്തിക്കൊന്നിരിക്കുന്നു. തന്റെ പ്രതികാരമെല്ലാം അതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. വാനതിരാജിനെ കുത്തിക്കൊന്നതിനു ശേഷം എഴുന്നേറ്റ മല്ലി കണ്ണാടിയിൽ നോക്കി ഒന്ന് പുഞ്ചിരിക്കും. മല്ലി എന്തിനു വേണ്ടിയിട്ടാണോ പുനർജനിച്ചത് ആ ഒരു ആവശ്യം അവൾ നിറവേറ്റിയിരിക്കുന്നു. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.